Dear students, we are going to take the new chapter, Biodiversity and Conservation. Biodiversity and Conservation. So, എന്താണ് ബയോഡൈവേഴ്സിറ്റി? ജൈവ വൈവിധ്യം. കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. നമ്മുടെ ജൈവ വൈവിധ്യങ്ങളെ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലിവിങ് ഓർഗാനിസംസ് നമുക്ക് നമ്മുടെ ഭൂമിയിലുണ്ട്. അനിമൽസ്, പ്ലാന്റ്സ്, ഇൻസെക്ട്സ് എല്ലാം ഉണ്ട്. അപ്പം അതിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുക. നമ്മുടെ ജൈവ വൈവിധ്യങ്ങൾ എന്തൊക്കെയാണെന്നറിയുക, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കാണാൻ പോകുന്നത്. സോ ദർ ആർ five portions to be taken under the heading biodiversity. First, we can see what are the levels of biodiversity. Biodiversity എന്ന term, it is a diversity of biological organization ranging from cellular macromolecules to biomes. വിവിധ തരങ്ങളിലുള്ള ഡൈവേഴ്സിറ്റി, വൈവിധ്യത്തിന് ജൈവ വൈവിധ്യമാണ് നമ്മൾ പറയുന്നത്. The word term biodiversity is coined or popularized by scientist എഡ്വേർഡ് വിൽസൺ. എഡ്വേർഡ് വിൽസൺ എന്ന സയൻറ്റിസ്റ്റ് ആണ് ബയോഡൈവേഴ്സിറ്റി എന്ന ടേം തന്നെ പോപ്പുലറൈസ് ചെയ്തത്. സോ ലെവൽസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി: ജനറ്റിക് ഡൈവേഴ്സിറ്റി, സ്പീഷീസ് ഡൈവേഴ്സിറ്റി ആൻഡ് ഇക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി. ഇതാണ് 3 ഡൈവേഴ്സിറ്റിയുടെ തലങ്ങൾ. ഡൈവേഴ്സിറ്റി ഷോൺ ബൈ എ സിംഗിൾ സ്പീഷീസ് അറ്റ് ജനറ്റിക് ലെവൽ. ജനറ്റിക് ലെവലിലുള്ള വ്യത്യാസങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഡൈവേഴ്സിറ്റിയാണ് ജനറ്റിക് ഡൈവേഴ്സിറ്റി. എക്സാമ്പിൾ, റവോൾഫിയ വൊമിറ്റോറിയ, ഹിമാലയയിൽ കാണുന്ന ഒരു പ്ലാന്റ് ആണ്. അതിൻ്റെ പ്ലാന്റാണ് കാണിച്ചിരിക്കുന്നത്. ഇറ്റ് ഷോസ് ജനറ്റിക് വേരിയേഷൻ ഇൻ പൊട്ടൻസി ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് കെമിക്കൽ റിസർപ്പിൻ. ഈ പ്ലാന്റ് ഉണ്ടാക്കുന്ന, ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കെമിക്കലാണ് റിസർപ്പിൻ. അപ്പോൾ ഹിമാലയയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ഈ സെയിം പ്ലാന്റിൻ്റെ, വിവിധ ഭാഗങ്ങളിൽ നിന്നെടുത്ത സെയിം പ്ലാന്റിൻ്റെ കെമിക്കൽ ടെസ്റ്റ് ചെയ്താൽ അതിൽ ചില വ്യത്യാസങ്ങൾ കാണാം. അത് അതിൻ്റെ ജനറ്റിക് ജീൻസിലുള്ള ചേഞ്ചസ് കൊണ്ടാണ്. സോ ദാറ്റ് ഈസ് ഡ്യൂ ടു ജനറ്റിക് വേരിയേഷൻ. അതാണ് ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ. ഇവിടെ വ്യത്യാസം ഉണ്ടായിരിക്കുന്നത് ജനറ്റിക് ലെവലിലാണ്. അങ്ങനെ ഉണ്ടാവുന്ന ജനറ്റിക് ലെവലിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ സ്വാഭാവികമായും അത് എക്സ്പ്രസ്ഡ് ആയിരിക്കും, അല്ലേ? ജീൻസ് ആണ് എക്സ്പ്രസ്ഡ് ആയിരിക്കും. ജീനിലുള്ള മെസ്സേജസ് എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ പഠിച്ചു. അപ്പോൾ എക്സ്പ്രസ്ഡ് ആയിരിക്കും. ആ വ്യത്യാസങ്ങൾ കൊണ്ടാണ് ഈ റിസർപ്പിൻ എന്ന കെമിക്കൽ ഹിമാലയയുടെ തന്നെ പല ഭാഗങ്ങളിൽ നിന്ന് പ്ലാന്റ്സിൽ നിന്ന് എടുത്താൽ തന്നെയും വ്യത്യാസങ്ങൾ, അതിൻ്റെ കെമിക്കൽ കോമ്പോസിഷനിൽ മാറ്റങ്ങൾ ഉള്ളതിൻ്റെ കാരണം, ബിക്കോസ് ഓഫ് ജനറ്റിക് ഡൈവേഴ്സിറ്റി. ഇന്ത്യ ഹാസ് മോർ ദാൻ 50,000 ഡിഫറെൻറ്റ് സ്ട്രെയിൻസ് ഓഫ് റൈസ് ആൻഡ് 1000 വെറൈറ്റീസ് ഓഫ് മാംഗോ, അല്ലേ? റൈസ്, നമ്മൾ അരി എന്ന് പറഞ്ഞാലും അത് പലതരത്തിലുള്ള, അതായത് 50,000 വിവിധ തരങ്ങളിലുള്ള റൈസ് ഉണ്ട്. ജനറ്റിക് ഡൈവേഴ്സിറ്റിയുടെ ഒരു എക്സാമ്പിളാണ്. അതുപോലെ മാമ്പഴം പലതരങ്ങളിൽ 1000 വെറൈറ്റീസിലും മുകളിൽ നമുക്ക് മാംഗോ കാണാൻ സാധിക്കും. അതൊക്കെ ജനറ്റിക് ഡൈവേഴ്സിറ്റിയുടെ വ്യത്യസ്തമായ എക്സാമ്പിൾസ് ആണ്. The next is species diversity. Diversity at species level. സ്പീഷീസ് ലെവലിൽ ഉണ്ടാവുന്ന ഡൈവേഴ്സിറ്റി. വെസ്റ്റേൺ ഗട്ട്സ്, പശ്ചിമഘട്ടങ്ങളിൽ they have greater amphibian species diversity than eastern ghats. പശ്ചിമഘട്ടത്താണ് ആംഫിബിയൻ സ്പീഷീസിൻ്റെ, പലതരത്തിലുള്ള ആംഫിബിയൻ സ്പീഷീസ് കാണാൻ സാധിക്കുക കമ്പയർ ടു ഈസ്റ്റേൺ ഘട്ട്സ്. പല സ്പീഷീസിൽ പെട്ട ഡിഫറെൻറ്റ് സ്പീഷീസ് കാണാൻ സാധിക്കും. അപ്പം അത് സ്പീഷീസ് ലെവലിലുള്ള ഡൈവേഴ്സിറ്റിയാണ്. ദെൻ ഡൈവേഴ്സിറ്റി അറ്റ് ഇക്കോസിസ്റ്റം ലെവൽ, അതാണ് ഇക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി. ഡൈവേഴ്സിറ്റി അറ്റ് ഇക്കോസിസ്റ്റം ലെവൽ. ഇക്കോസിസ്റ്റം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, പലതരത്തിലുള്ള ഇക്കോസിസ്റ്റംസ് പഠിച്ചു. ഡെസേർട്സ്, റെയിൻ ഫോറസ്റ്റ്, മാൻഗ്രൂവ്സ്, കോറൽ റീഫ്സ്, വെറ്റ്ലാൻഡ്സ്, എസ്റ്റുറീസ്, ആൽപൈൻ മെഡോസ്, ഇങ്ങനെ പലതരത്തിലുള്ള ഇക്കോസിസ്റ്റംസ് ഉണ്ട്. അവിടെ ജീവിക്കുന്ന ജീവജാലങ്ങളും പ്ലാന്റ്സും അനിമൽസും എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും, അല്ലേ? അവരിൽ വ്യത്യസ്തത കാണാൻ സാധിക്കും. സോ ഹിയർ ദ ഡൈവേഴ്സിറ്റി ഈസ് അറ്റ് ഇക്കോസിസ്റ്റം ലെവൽ. സോ 3 ലെവൽസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി കണ്ടു നമ്മൾ. അക്കോർഡിംഗ് ടു IUCN, International Union for Conservation of Nature and Natural Resources, in 2004, more than 1.5 million species are described so far. 1.5 million അധികം സ്പീഷീസിനെ ഇതുവരെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ അതിൽ കൂടുതൽ സ്പീഷീസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു റോബർട്ട് മെയ്സ് ഗ്ലോബൽ എസ്റ്റിമേറ്റ്, about 7 million species would have on Earth. He considered the species to be discovered in the tropics. That is, only 22% of the total species have been recorded so far. അപ്പോൾ ഉള്ള സ്പീഷീസിൻ്റെ 22% മാത്രമേ ഇതുവരെ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ, അല്ലെങ്കിൽ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളൂ എന്നാണ് ഫേമസ് ആയിട്ടുള്ള റോബർട്ട് മെയ് പറയുന്നത്, നാച്ചുറലിസ്റ്റ് ആൻഡ്
scientist. Animals are more diverse, about 70%. അപ്പോൾ അനിമൽസിലാണ് കൂടുതൽ നമുക്ക് ഡൈവേഴ്സിറ്റി വൈവിധ്യം കാണാൻ സാധിക്കുക. ഏകദേശം ഒരു 70% മുകളിൽ വൈവിധ്യം അനിമൽസിൽ കാണാം. ദാൻ പ്ലാന്റ്സ്, ഇൻക്ലൂഡിംഗ് പ്ലാന്റ് ആൻഡ് ഫംഗൈ. എമംഗ് അനിമൽസ്, ഇൻസെക്ട്സ് ആർ ദ മോസ്റ്റ് സ്പീഷീസ് റിച്ച് ഗ്രൂപ്പ്. ഇൻസെക്ട്സ് ആണ് ലാർജസ്റ്റ് ഗ്രൂപ്പ് നമ്മൾ പഠിച്ചു ഫൈലം പഠിച്ചപ്പോൾ. ഇൻസെക്ട്സ് ആണ് ഏറ്റവും സ്പീഷീസ് കൂടുതൽ റിച്ച് ആയിട്ടുള്ള ഗ്രൂപ്പ് ഇൻസെക്ട്സ് ആണ്. ഔട്ട് ഓഫ് എവറി 10 animals 7 are insects. Number of fungi species is more than the combined total of the species of fishes, amphibians, reptiles and mammals. അപ്പോൾ പൈ ഡയഗ്രാം എടുത്ത് നമുക്ക് കാണാം. ഫംഗൈയുടെ സ്പീഷീസ് ആണ് കൂടുതൽ. ബാക്കി ആംഫിബിയൻസിൻ്റെയും ബാക്കി എല്ലാ ഓർഗാൻസിൻ്റെയും സ്പീഷീസ് കമ്പയർ ചെയ്താലും ഫംഗൈ സ്പീഷീസ് തന്നെയാണ് ഏറ്റവും കൂടുതൽ വൈവിധ്യമുള്ള സ്പീഷീസ്. ബയോഡൈവേഴ്സിറ്റി ഇൻ ഇന്ത്യ. ഇന്ത്യ ഹാസ് ഓൺലി 2.4% ഓഫ് വേൾഡ്സ് ലാൻഡ് ഏരിയ. അല്ലെ, ലോകത്തിന്റെ 2.4% മാത്രമേ ഇന്ത്യക്ക് ഭൂമിയുള്ളൂ, ലാൻഡ് ആയിട്ടുള്ളൂ. ബട്ട് 8.1% ഓഫ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി. പക്ഷെ വളരെയധികം സ്പീഷീസ് ഡൈവേഴ്സിറ്റി കാണുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യ ഈസ് വൺ ഓഫ് ദ 12 മെഗാ ഡൈവേഴ്സിറ്റി കൺട്രീസ്. 12 മെഗാ ഡൈവേഴ്സിറ്റി കൺട്രീസിൽ ഒന്ന് ഇന്ത്യയാണ്. നിയർലി 45,000 സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് twice as many of animals. അപ്പോൾ ഇത്ര അധികം സ്പീഷീസ്, 45,000 സ്പീഷീസ് പ്ലാന്റ്സും അതിലും ഇരട്ടി അനിമൽസിനെ നമുക്ക് ഇന്ത്യയിൽ കാണാൻ സാധിക്കും. അപ്ലൈയിങ് മെയ്സ് ഗ്ലോബൽ എസ്റ്റിമേറ്റ്സ്, ഇന്ത്യ വുഡ് ഹാവ് മോർ ദാൻ 1 lakh പ്ലാന്റ് സ്പീഷീസ് ആൻഡ് 3 lakh അനിമൽ സ്പീഷീസ്. അപ്പോൾ ഏകദേശം അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്, ഏകദേശം 1 ലക്ഷം പ്ലാന്റ് സ്പീഷീസും കാണാം, 3 ലക്ഷം അനിമൽ സ്പീഷീസും ഇന്ത്യയിൽ ഉണ്ടായിരിക്കും. Biologists are not sure about the total number of prokaryotic species because conventional taxonomic methods are not suitable for identifying microbial species. Microbial species എത്ര ഉണ്ടെന്ന് ഏകദേശം ഒന്നും വലിയ ധാരണയൊന്നും ഇല്ല. കാരണം നമ്മുടെ നോർമൽ ടാക്സോണമിക് സ്റ്റഡീസ് വെച്ചിട്ടൊന്നും അത് കണ്ടുപിടിക്കാനുള്ള ഒരു വഴിയില്ല. ഇൻ ലബോറട്ടറി മെനി സ്പീഷീസ് കനോട്ട് ബി കൾച്ചേർഡ്. അപ്പം നമ്മൾ അതിനെ കൾച്ചർ ചെയ്ത് ആണ് നമ്മൾ കണ്ടുപിടിക്കുക. വൈവിധ്യങ്ങൾ അറിയാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടി കൾച്ചർ ചെയ്യണം. പല സ്പീഷീസിനെയും ലബോറട്ടറിയിൽ കൾച്ചർ ചെയ്യാനും സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ബയോളജിസ്റ്റിന് പ്രോകാരിയോട്സ് എത്ര, അതിൻ്റെ സ്പീഷീസ് എത്ര വൈവിധ്യങ്ങൾ അതിലുണ്ട് എന്ന് ഇതുവരെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ ടോട്ടൽ നമ്പറിനെ കുറിച്ചൊരു വ്യക്തമായ ധാരണ ആയിട്ടില്ല. പാറ്റേൺസ് ഓഫ് ഡൈവേഴ്സിറ്റി ഉണ്ടാകുന്ന ഒരു പാറ്റേൺസ്. ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയൻസ്. സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഡിക്രീസസ് ഫ്രം ഇക്വേറ്റർ ടു പോൾസ്. ഇക്വേറ്ററിൽ നിന്ന് പോൾസിലേക്ക് പോയി തുടങ്ങിയാൽ നമുക്ക് കാണാൻ സാധിക്കും സ്പീഷീസ് ഡൈവേഴ്സിറ്റി വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. കൂടുതൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഇക്വേറ്ററിലാണ്, കുറവ് പോൾസിലാണ്. ട്രോപ്പിക്കൽ റീജിയൻസ്, ദാറ്റ് ഈസ് നമ്മുടെ ഏരിയാസ് ട്രോപ്പിക്കൽ റീജിയൻസ് ആണ്. ഓൾമോസ്റ്റ് ലാറ്റിറ്റ്യൂഡിനൽ റേഞ്ച് 23.5 ഡിഗ്രി നോർത്ത് ടു 23.5 ഡിഗ്രി സൗത്ത്. ഇതാണ് ട്രോപ്പിക്സിന്റെ ലാറ്റിറ്റ്യൂഡിനൽ റേഞ്ച്. ഹാവ് മോർ സ്പീഷീസ് ദാൻ ടെമ്പറേറ്റ് ഓർ പോളാർ ഏരിയാസ്. ട്രോപ്പിക്കൽ റീജിയൻസ്, ഇന്ത്യ പോലത്തെ ട്രോപ്പിക്കൽ റീജിയൻസിലാണ് ബാക്കിയുള്ള കോൾഡ് കൺട്രീസ് അല്ലെങ്കിൽ പോളാർ റീജിയൻസിനേക്കാളും കൂടുതൽ സ്പീഷീസ് കാണാൻ സാധിക്കുക. എക്സാമ്പിൾസ് ഫോർ ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയൻസ്. നമ്പർ ഓഫ് ബേർഡ് സ്പീഷീസ്. കൊളംബിയ നിയർ ഇക്വേറ്ററിന്റെ അടുത്ത് കൊളംബിയ എന്ന രാജ്യത്ത് ഓൾമോസ്റ്റ് 1,400 സ്പീഷീസ് കാണാൻ സാധിക്കും. ട്രോപ്പിക്സ് ഇന്ത്യയിൽ ഗ്രേറ്റർ ദാൻ 1,200. ന്യൂയോർക്ക് ആണെങ്കിലോ 105 സ്പീഷീസേ ഉള്ളൂ. ഗ്രീൻലാൻഡ് പോളാർ റീജിയൻ ആണ്, 56 സ്പീഷീസേ ഉള്ളൂ. അപ്പോൾ ഇക്വേറ്ററിലാണ് ഏറ്റവും കൂടുതൽ, ഇക്വേറ്റർ റീജിയനോട് അടുത്ത രാജ്യങ്ങളിലായിരിക്കും ഏറ്റവും കൂടുതൽ സ്പീഷീസ് കാണാൻ സാധിക്കുക. Tropical forest region like Ecuador has up to 10 times vascular plant species as compared to temperate forest region like Midwest of USA. അപ്പോൾ ഇക്വഡോർ എന്ന ട്രോപ്പിക്കൽ ഫോറസ്റ്റ് റീജിയനിൽ വാസ്കുലർ പ്ലാന്റ് സ്പീഷീസിന്റെ 10 മടങ്ങ് പ്ലാന്റ് സ്പീഷീസ് ഉണ്ടാവും. എവിടത്തേക്കാളും മിഡ് വെസ്റ്റ് USA 10 മടങ്ങ് പ്ലാന്റ് സ്പീഷീസ് ട്രോപ്പിക്കൽ റീജിയൻ ലൈക്ക് ഇക്വഡോറിലൊക്കെ കാണാൻ സാധിക്കും. ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയൻസ്. Tropical forest region like Ecuador has up to 10 times of vascular plant species as compared to a temperate forest region like Midwest USA. ഏകദേശം നമ്പർ ഓഫ് സ്പീഷീസ് ഇൻ ആമസോൺ റെയിൻ ഫോറസ്റ്റിൽ കാണുന്ന, അവിടെയാണ് ഏറ്റവും കൂടുതൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി കാണുന്ന ഒരു സ്ഥലം. അവിടെ ഗ്രേറ്റർ ദാൻ 40,000 പ്ലാന്റ്സ്, 3,000 ഫിഷസ്, 1,300 ബേർഡ്സ്, 427 mammals, 427 amphibian, 378 reptiles,
1,25,000 ഇൻവെർട്ടിബ്രേറ്റ്സ്. ഇത്രയും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പീഷീസ് നമുക്ക് ആമസോൺ ഫോറസ്റ്റിൽ ട്രോപ്പിക്കൽ റീജിയനിൽ കാണാൻ സാധിക്കും. ഇറ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ബയോഡൈവേഴ്സിറ്റി ഓൺ എർത്ത്. എർത്തിൽ ഏറ്റവും റിച്ച് ബയോഡൈവേഴ്സിറ്റി റിച്ച് ഏരിയയാണ് ആമസോൺ ഫോറസ്റ്റ്. റീസൺസ് ഫോർ ഹൈ ബയോഡൈവേഴ്സിറ്റി ഓർ സ്പീഷീസ് റിച്ച്നെസ് ഇൻ ട്രോപ്പിക്സ്. എന്തുകൊണ്ടായിരിക്കാം ട്രോപ്പിക്കൽ റീജിയൻസിൽ കൂടുതൽ ബയോഡൈവേഴ്സിറ്റി, വൈവിധ്യം ഉണ്ടാവാനോ അല്ലെങ്കിൽ സ്പീഷീസിന്റെ എണ്ണം കൂടാനോ കാരണം? ട്രോപ്പിക്സ് ഹാഡ് മോർ എവല്യൂഷണറി ടൈം. ട്രോപ്പിക്കൽ റീജിയൻസിൽ എവല്യൂഷൻ സംഭവിക്കാൻ അല്ലെങ്കിൽ പരിണാമം സംഭവിക്കാൻ, എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മാറ്റർ ഓഫ് ടൈം, വളരെയധികം സമയമെടുത്ത് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ട്രോപ്പിക്കൽ റീജിയൻസിൽ ഒരുവിധം ഒരു സ്റ്റഡി ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് എവല്യൂഷൻ, പരിണാമം സംഭവിക്കാൻ ഉള്ള ഒരു സമയം വളരെയധികം ഉണ്ട്. റിലേറ്റീവ്ലി കോൺസ്റ്റന്റ് എൻവയോൺമെന്റ്, ലെസ് സീസണൽ. നമ്മൾ കുറേ സീസൺസ് പഠിക്കുമെങ്കിലും നമ്മുടെ അവിടെ അത്രയും വലിയ സീസണൽ ചേഞ്ചസ് ഒന്നും സാധാരണ കാണാറില്ല. അതുകൊണ്ട് തന്നെ എൻവയോൺമെന്റൽ കണ്ടീഷൻസ് ഒരുവിധം കോൺസ്റ്റന്റ് ആയിരിക്കും. അങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് ഇരിക്കുമ്പോഴാണ് പരിണാമത്തിന് സാധ്യത കൂടുതൽ. They receive more solar energy which contributes to greater productivity. That is one of the important reason. Tropical region ഏറ്റവും കൂടുതൽ സോളാർ എനർജി കിട്ടുന്നത്. സോളാർ എനർജി കിട്ടുന്നതനുസരിച്ച് നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂടും അല്ലേ? പ്ലാന്റ്സ് ആണ് പ്രൊഡ്യൂസേഴ്സ്. പ്രൊഡക്ടിവിറ്റി കൂടുന്നു, അതനുസരിച്ച് പ്രൊഡക്ടിവിറ്റി കൂടുന്നതനുസരിച്ച് സ്പീഷീസ് ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ കൂടുതൽ ഓർഗാനിസംസിനെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ സ്പീഷീസ് ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി വളരെയധികം ട്രോപ്പിക്കൽ റീജിയൻസിൽ കൂടാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് വി ക്യാൻ സി സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ്. According to the study of Alexander von Humboldt in South American jungles, within a region, species richness increases with increasing explored area, but only up to a limit. നമ്മൾ ഒരു പ്രത്യേക ഏരിയയിൽ സ്പീഷീസ് റിച്ച്നെസ് പഠിക്കാൻ ശ്രമിച്ചാൽ അദ്ദേഹം പഠിച്ച കാര്യമാണ് പറയുന്നത്. അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് എന്ന സയന്റിസ്റ്റ് സൗത്ത് അമേരിക്കൻ കാടുകളിൽ പഠിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഒരു ഏരിയ നമ്മൾ പഠിക്കാൻ എടുത്തു കഴിഞ്ഞാൽ ആ ഏരിയയിൽ സ്പീഷീസ് റിച്ച്നെസ് നമ്മൾ എടുക്കുന്ന സ്ഥലം അനുസരിച്ച്, ഏരിയ കൂടുന്നതനുസരിച്ച് സ്പീഷീസിന്റെ എണ്ണവും കൂടുന്നുണ്ട്. പക്ഷെ ഒരു ലിമിറ്റ് വരെ എണ്ണം കൂടും. അപ്പൊ സ്പീഷീസും ആ ഏരിയയും തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്പീഷീസ് റിച്ച്നെസ് ആൻഡ് ഏരിയ ഗിവ്സ് എ റെക്ടാങ്കുലർ ഹൈപ്പർബോള. അദ്ദേഹത്തിന്റെ സ്റ്റഡീസ് കഴിഞ്ഞ് അദ്ദേഹം ആ സ്പീഷീസും ഏരിയയും തമ്മിൽ റിലേഷൻഷിപ്പ് ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനിലാണ് കൊണ്ടുവന്നത്. അപ്പോൾ അതൊരു ഒരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്തപ്പോൾ അത് റെക്ടാങ്കുലർ ഹൈപ്പർബോളയാണ് കിട്ടിയത്. എസ് ഇസ് ഈക്വൽ ടു സി എ റേസ് ടു സെഡ്. എസ് എന്ന് പറയുന്നത് സ്പീഷീസ് റിച്ച്നെസ് ആണ്, എ ഇസ് ഏരിയ, സി ഇസ് ദ വൈ ഇന്റർസെപ്റ്റ്, സെഡ് ഇസ് ദ റിഗ്രഷൻ കോഎഫിഷ്യന്റ് ഓർ സ്ലോപ്പ് ഓഫ് ദ ലൈൻ. ഇനി ഇതിന് ഇക്വേഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ ലോഗ് എസ് ഇസ് ഈക്വൽ ടു ലോഗ് സി പ്ലസ് സെഡ് ലോഗ് എ. നിങ്ങൾ ഇക്വേഷൻ പഠിച്ച് മാത്രം മതി, കാരണം ഇത് ഡിറൈവ് ചെയ്യണമെന്നൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഇതൊരു സയന്റിസ്റ്റ്, അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് എന്ന സയന്റിസ്റ്റ് സൗത്ത് അമേരിക്കൻ ജംഗിൾസിൽ നടത്തിയ പഠനത്തിന്റെ ഫലമായി അദ്ദേഹം കണ്ടുപിടിച്ച കുറച്ച് ഫാക്ട്സ് ആണ്. സ്പീഷീസ് റിച്ച്നെസ് ഏരിയതനുസരിച്ച് കുറച്ച് കൂടുന്നുണ്ട്, പക്ഷെ ഒരു ലിമിറ്റ് വരെ കൂടും. ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ സ്പീഷീസ് റിച്ച്നെസ് ഏരിയ കൂടിയാലും കൂടുന്നില്ല എന്ന് മനസ്സിലായി. അപ്പൊ ഈ കിട്ടിയ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് അദ്ദേഹം ഗ്രാഫിൽ പ്ലോട്ട് ചെയ്തപ്പോൾ ഇറ്റ് ഗേവ് റെക്ടാങ്കുലർ ഹൈപ്പർബോള. അതിനൊരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആണ് ലോഗ് എസ് ഇസ് ഈക്വൽ ടു ലോഗ് സി പ്ലസ് സെഡ് ലോഗ് എ. Generally for small areas the z value is 0.1 to 0.2. The z value ചെറിയ ഏരിയാസിന് 0.1 to 0.2 ആണ്. ലാർജ് ഏരിയാസ്, എക്സാമ്പിൾ എൻറ്റയർ കോണ്ടിനെന്റ്സ്, ഒരു വലിയ കോണ്ടിനെന്റ് മൊത്തം എടുക്കുകയാണെങ്കിൽ സ്ലോപ്പ് ഓഫ് ദ ലൈൻ ഈസ് സ്റ്റീപ്പർ എന്ന് വെച്ചാൽ z വാല്യൂ 0.6 to 1.2 വരെ റേഞ്ച് ചെയ്യാം. സ്മോൾ ഏരിയാസിന് z വാല്യൂ 0.1 to 0.2 ആണ്. പക്ഷെ ഒരു വലിയ കോണ്ടിനെന്റിനെ നമ്മൾ പഠനത്തിന് എടുക്കുകയാണെങ്കിൽ z വാല്യൂ എപ്പോഴും വളരെയധികം കൂടുന്നുണ്ട്. അപ്പോൾ സ്ലോപ്പ് ഓഫ് ദ ലൈൻ സ്റ്റീപ്പർ ആവുന്നു. 0.6 to 1.2 ആണ് സെഡ് വാല്യൂ. എക്സാമ്പിൾ ഫോർ ഫ്രൂഗിവോറസ് ബേർഡ്സ്, ഫ്രൂട്ട്സ് ഒക്കെ തിന്നുന്ന ബേർഡ്സ് ആണ്, ആൻഡ് മാമൽസ് ഇൻ ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ഓഫ് ഡിഫറെന്റ് കോണ്ടിനെന്റ്സ് സെഡ് വാല്യൂ ഇസ് 1.15. Importance of biodiversity. According to David Tillman, plots with more species shows less year-to-year variation in total biomass. സ്പീഷീസ് കൂടുതലുള്ള പ്ലോട്ടുകൾ ടോട്ടൽ ബയോമാസിൽ വളരെ കാര്യമായിട്ടുള്ള വേരിയേഷൻസ് ഒന്നും, ബയോമാസ് എന്ന് പറഞ്ഞാൽ ലിവിങ് ഓർഗാനിസത്തിന്റെ ഒരു വെയിറ്റിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടാവുന്നില്ല.
Increased diversity contributes to higher productivity. It is essential for ecosystem health and survival of human race. അപ്പോൾ വൈവിധ്യം കൂടുന്നതനുസരിച്ച് അത് കൂടുതൽ പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നു അല്ലേ? പലതരം പ്ലാന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പ്രൊഡക്ടിവിറ്റി കൂടുന്നു. ഇറ്റ് ഈസ് എസെൻഷ്യൽ. അത് നമ്മുടെ എക്കോസിസ്റ്റത്തിന്റെ ഹെൽത്തിനും ഹ്യൂമൻ റേസിന്റെ നിലനിൽപ്പിനും അത്യാവശ്യമാണ് ജൈവ വൈവിധ്യം, അല്ലെങ്കിൽ അത് നിലനിർത്തുക എന്നുള്ളത്. നെക്സ്റ്റ് വി ക്യാൻ സി റിവറ്റ് പോപ്പർ ഹൈപ്പോത്തസിസ്. ഇറ്റ് ഈസ് എൻ അനലോഗി used to understand the importance of biodiversity. ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ജൈവ വൈവിധ്യത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ കൊണ്ടുവന്ന ഒരു ഹൈപ്പോത്തസിസ് ആണ് റിവറ്റ് പോപ്പർ ഹൈപ്പോത്തസിസ്. അത് കൊണ്ടുവന്ന സയന്റിസ്റ്റ് ആണ്. ഇറ്റ് ഈസ് പ്രപ്പോസ്ഡ് ബൈ സ്റ്റാൻഫോർഡ് ഇക്കോളജിസ്റ്റ് പോൾ എർലിച്ച്. പോൾ എർലിച്ച് എന്ന് പറഞ്ഞ ഇക്കോളജിസ്റ്റ് ആണ് ഈ ഹൈപ്പോത്തസിസ് പ്രപ്പോസ് ചെയ്തത്. എന്താണ് ഈ ഹൈപ്പോത്തസിസിൽ പറയുന്നത്? ഇൻ ആൻ എയർപ്ലെയിൻ, ഒരു എയ്റോപ്ലെയിനിൽ ആണ് നമ്മൾ ഇക്കോസിസ്റ്റമായിട്ട് കമ്പയർ ചെയ്യുന്നത്. ഇൻ ആൻ എയ്റോപ്ലെയിൻ all parts are joined together using many rivets. എയ്റോപ്ലെയിൻ്റെ ഓരോ പാർട്സും, ഡിഫറെൻറ്റ് പാർട്സ് ഉണ്ട്, ലിവിങ്സ് പല ഭാഗങ്ങളുണ്ട്, അതെല്ലാം ജോയിൻ ചെയ്തിരിക്കുന്ന റിവെറ്റ്സ് വെച്ചിട്ട്. ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് സ്ക്രൂ പോലെയാണ് റിവെറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എയ്റോപ്ലെയിനെ ഇക്കോസിസ്റ്റമായിട്ട് കമ്പയർ ചെയ്യുന്നു, റിവെറ്റ്സിനെ സ്പീഷീസ് ആയിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നു ഇവിടെ. ഇഫ് പാസഞ്ചേഴ്സ്, എയ്റോപ്ലെയിനിൽ യാത്ര ചെയ്യുന്ന പാസഞ്ചേഴ്സ്, ഇഫ് പാസഞ്ചേഴ്സ് പോപ്പ് എ റിവെറ്റ് ഇറ്റ് മെ നോട്ട് എഫക്ട് ദ ഫ്ലൈറ്റ് സേഫ്റ്റി. പാസഞ്ചേഴ്സ് ഓരോ ആളുകളും അതിന് ഓരോ റിവെറ്റ് അയച്ചെടുത്താൽ ആദ്യം ഒന്നും അതിനെ ഫ്ലൈറ്റ് സേഫ്റ്റിനെ അല്ലെങ്കിൽ ഫ്ലൈറ്റിന്റെ ഫംഗ്ഷനിങ്ങിനെ ബാധിക്കില്ല. ബട്ട് ആസ് മോർ ആൻഡ് മോർ റിവെറ്റ്സ് ആർ റിമൂവ്, പക്ഷെ കുറേ റിവെറ്റ്സ് റിമൂവ് ചെയ്ത് തുടങ്ങിയാലോ ദ പ്ലെയിൻ ബിക്കംസ് ഡേഞ്ചറസ്ലി വീക്ക്. പ്ലെയിൻ്റെ യാത്ര, പ്ലെയിൻ തന്നെ അതിൻ്റെ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് പ്ലെയിൻ എത്തും. കാരണം കൂടുതൽ റിവെറ്റ്സ് റിമൂവ് ചെയ്താൽ ആദ്യമൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ ആദ്യം തന്നെ ഒരു സ്പീഷീസിനെ നമ്മൾ നശിപ്പിച്ചാൽ കാര്യമായിട്ട് ഇക്കോസിസ്റ്റത്തിന്റെ ബാലൻസിനൊന്നും ബാധിക്കില്ല. പക്ഷെ ഗ്രാജുവലി ഓരോ സ്പീഷീസും അതിന് ഇക്കോസിസ്റ്റത്തിൽ അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെന്റിൽ ഓരോ റോളുണ്ട്. ആ റോള് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ പതുക്കെ ഇക്കോസിസ്റ്റം ഇംബാലൻസ്ഡ് ആവും. അത് ഹ്യൂമൻ റേസിന്റെ സർവൈവലിനെയൊക്കെ ബാധിക്കും. ലോസ് ഓഫ് റിവെറ്റ്സ് ഓൺ ദ വിങ്സ്, അതുമാത്രമല്ല ഒരു ആദ്യം എടുക്കുന്ന റിവെറ്റ്സ് ഒരു ഇമ്പോർട്ടൻറ്റ് പൊസിഷനിലുള്ള റിവെറ്റ്സ് ആണെങ്കിലോ എന്നാലും ഇതുപോലെ തന്നെ അത് എയ്റോപ്ലെയിൻ്റെ സേഫ്റ്റിനെ ബാധിക്കും. അപ്പം അത് തന്നെയാണ് ഇക്കോസിസ്റ്റത്തിന്റെ കേസിലും. നമ്മൾ സ്പീഷീസ് വളരെ മേജർ ഇമ്പോർട്ടൻറ്റ് റോൾ തരുന്ന ഒരു സ്പീഷീസിനെയാണ് നമ്മൾ നശിപ്പിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ആ സ്പീഷീസ് ആണ് നശിച്ചു പോയതെങ്കിൽ, എക്സ്റ്റിങ്ക്റ്റ് ആവുന്നതെങ്കിൽ, അപ്പോഴും ഇക്കോസിസ്റ്റത്തിന്റെ ഫംഗ്ഷനെ വളരെ സാരമായിട്ടത് ബാധിക്കും. സോ ദിസ് ഇസ് ദ റിവറ്റ് പോപ്പർ ഹൈപ്പോത്തസിസ്. ഹിയർ ദ എയ്റോപ്ലെയിൻ ഈസ് കമ്പയർഡ് ടു എക്കോസിസ്റ്റം ആൻഡ് ദ റിവറ്റ് ഈസ് കമ്പയർഡ് ടു എ സ്പീഷീസ്. അപ്പോൾ ഹിയർ കംസ് ദ എൻഡ് ഓഫ് ദിസ് പോർഷൻ, ഫസ്റ്റ് പാർട്ട് ഓഫ് biodiversity.